നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചെറിയ കവിതാശകലം ഉണ്ട്. അമ്മമാരെ പറ്റിയുള്ള കവിതാശകലമല്ല, അമ്മയെ പറ്റിയുള്ള കവിതാശകലമാണ്. അമ്മയുടെ എഴുത്തുകൾ എന്നതാണ് കവിതയുടെ ശീർഷകം. പക്ഷേ ഞാൻ കവിത മുഴുവൻ പാടുന്നില്ല, ഞാനൊരു 4 വരി മാത്രമേ പാടുന്നുള്ളൂ. നിങ്ങൾ ഇത് പാടുമ്പോൾ നിങ്ങളെ അല്ല ഓർക്കേണ്ടത്, നിങ്ങളുടെ അമ്മയെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പറയും, ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയൊന്നും ഓർക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെ അമ്മയായതുകൊണ്ട് ഞങ്ങളെ ഓർത്താൽ മതി എന്ന് വിചാരിക്കരുത്. സ്വന്തം അമ്മയെ മാത്രം ഓർത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം. ഉച്ചയായതുകൊണ്ട് കണ്ണടയ്ക്കാൻ നല്ല ഒരു അനുവാദം കിട്ടിയ സ്ഥിതിക്ക് എല്ലാവർക്കും നന്നായിട്ട് കണ്ണടയ്ക്കാം. അമ്മയുടെ മുഖം മനസ്സിൽ ഓർമ്മയുള്ളവർക്ക് എല്ലാവർക്കും ഓർക്കാം. കാരണം അമ്മ ഓരോർമ്മ, അമ്മയൊരോർമ്മ, ഈ പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വനപ്രാചീന നീലയിൽ മങ്ങിയമർന്നതാം ഓർമ്മ. വല്ലപ്പോഴും നമ്മളോർത്താലുമില്ലെങ്കിലും കാവലായി പിമ്പേ പറക്കും കുളിർമ. രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും അമ്മയൊരോർമ്മ, അമ്മയൊരോർമ്മ. കണ്ണു തുറക്കാം. എല്ലാ മക്കൾക്കും അമ്മ ഏറ്റവും മധുരമുള്ള ഓർമ്മയാണ്. അമ്മയാകാൻ, മക്കളെ പ്രസവിച്ച് അമ്മയാകാൻ വിളിക്കപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരുടെയും മുമ്പിൽ ഹൃദയപൂർവ്വം ഞാൻ നമസ്കരിക്കുകയാണ്. ഇന്ന് രാവിലെയും അമ്മ എന്നെ വിളിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ 79 വയസ്സായി. അടുത്ത വർഷത്തെ പറ്റി ചിന്തിക്കാനേ പറ്റാത്ത കണ്ടീഷനിലാണ് എൻ്റെ അമ്മ ഇരിക്കുന്നത്. 80 വയസ്സാകുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു കഷ്ടമാണ് എന്നോർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങൾ 80-ാം പിറന്നാളും 60-ാം വിവാഹ വാർഷികവും ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്. അമ്മ രാവിലെ തൊട്ട് വിളി തുടങ്ങുകയാണ്. 7 മക്കളെയും വിളിക്കും. അപ്പോൾ 7 മക്കളെയും വിളിക്കുമ്പോൾ ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് വിളിച്ചവരുടെ കഥ പറയും. വിളിക്കാത്തവരെ നിങ്ങൾ വിളിച്ചോ എന്ന് അന്വേഷിക്കും. അങ്ങനെ 7 പൂർത്തിയാകുമ്പോഴേക്കും ഏകദേശം ഉച്ചയാകും. ഉച്ച കഴിയുമ്പോഴേക്കും അമ്മ വീണ്ടും തുടങ്ങുകയാണ്. ആദ്യം തൊട്ട് വിളിച്ചവരെ വീണ്ടും വിളിക്കുകയാണ്. അപ്പം ആദ്യം പറയാത്തവരുടെ കഥകൾ വീണ്ടും പറയണമല്ലോ. അങ്ങനെ വൈകിട്ടാകും. അപ്പം അമ്മയുടെ ഒരു ദിവസം പൂർത്തിയാകും. ഇതാണ് എൻ്റെ അമ്മയുടെ സ്ഥിരം പരിപാടി. അപ്പോൾ 7 മക്കളും അവരുടെ ഒരു 12 കൊച്ചുമക്കളും, ഞങ്ങൾ 3 പേർക്ക് മക്കളില്ല, ആത്മീയ മക്കളാണുള്ളത്. മൂത്ത പെങ്ങൾക്കും ഞങ്ങൾക്ക് തൊട്ടു താഴെ ഞങ്ങൾക്ക് 2 പേർക്കും. മൂത്ത പെങ്ങള് സാധു സേവന സഭ എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൽ സിസ്റ്ററാണ്. പിന്നെ ഞങ്ങൾ 2 പേര് അച്ഛന്മാരാണ്. ബാക്കി ഉള്ള അനിയത്തിയും 3 അനിയന്മാരും. അപ്പം അവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, ഞങ്ങളെയും വിളിക്കും. ഒരു ദിവസം കോവിഡ് കാലത്ത് അമ്മ എന്നെ വിളിച്ചു, വൈകിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ തിരുവനന്തപുരം പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു, കോവിഡ് കാലത്ത് അങ്ങനെ പോയത് ശരിയായില്ല, രാവിലെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഉറങ്ങിപ്പോയമ്മ, വണ്ടിക്കകത്ത് കിടന്ന് വണ്ടി രാവിലെ പോയതാണ്. അപ്പം അമ്മ പറഞ്ഞു, എന്നോട് പറയാതെ എന്തിനാണ് പോയത്? അപ്പോഴെനിക്ക് അമ്മ ഈ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം 49 വയസ്സുണ്ട്, കോവിഡ് കാലമാണ്. അപ്പോഴും അമ്മ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ തീരെ കുഞ്ഞ് തന്നെയാണ്, അമ്മ പറയുന്നത് കേൾക്കാതെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാല് തട്ടി വീഴും എന്ന് വിചാരിക്കുന്ന ഒരമ്മയാണ് എൻ്റെ അമ്മ. എന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോയത്? തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര കോവിഡല്ലേ, എന്തിനാണ് അങ്ങോട്ടൊക്കെ പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ക്ഷമിക്കണം, ഇന്ന് എൻ്റെ അമ്മയോട് എനിക്ക് റൂട്ട് മാപ്പ് പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് കമൻ്റാണ് ഷാജി അച്ഛൻ ഇവിടെ പറഞ്ഞത്. ഞാനത് നിരവധി വേദികളിൽ എൻ്റെ അമ്മയെ ഓർത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞ വാക്കിതാണ്, അമ്മയോട് റൂട്ട് പറയാത്തവർക്ക് മാപ്പില്ല എന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കത് എന്നെ വിളിച്ച് പറയടാ റൂട്ട് എന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് മാപ്പ് ചോദിച്ചു. അമ്മ എനിക്ക് മാപ്പ് തന്നു, സാരമില്ല, ഇനി നാളെ തൊട്ട് രാവിലെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് വനിതാ ദിനം ആഘോഷിക്കുകയാണ് കല്യാൺ രൂപത.
മാർച്ച് 8 വനിതാ ദിനമായി ആഘോഷിക്കുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നവർ പറയുമായതുകൊണ്ടും ഞാൻ അതിന് പറയാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ടും വനിതാ ദിനത്തെപ്പറ്റി 8 or 10 ലേഖനങ്ങൾ ദീപികയിൽ ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഞാനത് പറയുന്നില്ല. നമുക്കിവിടെ എൻ്റെ ചോദ്യം ഇതാണ്. എൻ്റെ അമ്മയുടെ ആ ഒരു ശീർഷകം, അമ്മ അറിഞ്ഞുകൊണ്ട് പറഞ്ഞൊന്നുമല്ല, അറിയാതെ പറഞ്ഞതാണ്. പക്ഷേ അറിയാതെ പറയുന്ന മൊഴികളാണ് പല മക്കളുടെയും അറിവും മുറിവും നെറിവുമൊക്കെയായിട്ട് മാറുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലേ? അമ്മമാരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് അവരൊക്കെ പറയേണ്ടതെന്ന് അമ്മമാരോട് ആരാണ് പറയുന്നത്? ആരും പറയുന്നില്ല. അമ്മമാരോട് ഓരോ അമ്മയുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അത് പരിശുദ്ധാത്മാവാണ്, തമ്പുരാൻ തന്നെ പറയിപ്പിക്കുകയാണ്. മക്കളോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളുടെ പേരാണ് അമ്മ. ഈ പറച്ചിൽ ഒരമ്മ എന്ന് നിർത്തുന്നോ അന്ന് അമ്മയ്ക്ക് മക്കൾ അവ്യക്തതയുടെ അടയാളമായി മാറും. അന്ന് ഈ അമ്മയ്ക്ക് മക്കളുടെ റൂട്ട് അമ്മയുടെ മുമ്പിൽ ഇല്ലാതെയാവുകയാണ്. പിന്നെ മക്കൾ ഇതിലെയാണ് പോകുന്നത് എന്നറിയത്തില്ലാത്ത അമ്മമാരുടെ മുമ്പിലേക്കാണ് ഇതുപോലെയുള്ള ചാനലുകൾ മക്കളെയും കൊണ്ട് വരുന്നത്. ഈ വർത്തമാനകാലത്തിൽ അങ്ങനെ ചില ഗതികേടുണ്ട് ചില അമ്മമാർക്ക്. മക്കളോടുള്ള പറച്ചിൽ നിർത്തിക്കഴിയുന്ന ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മമാർക്ക് മക്കളുടെ വഴി തേഞ്ഞു മാഞ്ഞു പോയത് കൊണ്ട് പുറകെ ചെല്ലാൻ പറ്റുന്നില്ല. എത്തിയിട്ട് വിളിക്കണേ എന്ന് പറയാൻ ഒരാൾ, അല്ലേ? അതല്ലേ അമ്മ? നീ എത്തിയിട്ടേ വിളിക്കണം. ഇന്നലെ ഞാൻ ഗോഹട്ടിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് അമ്മയെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ബോംബെയിലല്ലേ മോനെ, ഭയങ്കര തിരക്കൊക്കെയുള്ള സ്ഥലമാണ്, ഭയങ്കര പിന്നെ ബോംബൊക്കെ പൊട്ടുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് എൻ്റെ മോൻ അവിടെ ഇറങ്ങുമ്പോഴേ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു മകൻ്റെ പുറകെ വല്ലപ്പോഴും നമ്മൾ ഓർത്താലുമില്ലെങ്കിലും കാവലായി പിമ്പേ പറക്കും കുളിർമ. അതാണമ്മ. അപ്പം ഇവിടെ ഈ വനിതാ ദിനത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, അമ്മമാർ പറച്ചിൽ തുടങ്ങുക എന്നുള്ളതാണ്, പറച്ചിൽ തുടരുക എന്നുള്ളതാണ്. ആരോടാണ് പറയേണ്ടത്? പറയാൻ കടപ്പെട്ടവരോട് അമ്മമാർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറച്ചിൽ നിർത്തുന്ന അമ്മമാർ മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാരാണ്, കുടുംബം നഷ്ടപ്പെടുന്ന അമ്മമാരാണ് എന്ന് ഞാൻ പറയും. ഈ പറച്ചിൽ നിർത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈ പറയാനുണ്ടാകണം എന്നുള്ളതാണ്. എന്താണ് എന്നും ഇങ്ങനെ ഈ മക്കളെ വിളിച്ചു പറയുന്നത്? എൻ്റെ അച്ഛന്മാർക്കൊക്കെ ഞാനിങ്ങനെ വണ്ടിയെ പോകുമ്പോൾ ഒക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും ചില സമയത്ത്. കാരണം അന്നേരമായിരിക്കും അമ്മ വിളിക്കുന്നത്. അമ്മ വിളിക്കുമ്പോൾ തന്നെ അച്ചാച്ചൻ്റെയിലാണ് ആദ്യം കൊടുക്കുന്നത്. കാരണം അമ്മ പറയും, ഇപ്പം അച്ചാച്ചനോട് സംസാരിക്കാതെ എന്നോട് സംസാരിക്കുമ്പം അച്ചാച്ചനത് വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ഒരു ദിവസം അച്ചാച്ചൻ എന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അമ്മച്ചിയുടെ ഒരു തോന്നലാണത്, കാരണം അമ്മയോട് പറഞ്ഞാലും എന്നോട് പറഞ്ഞാലും ഒരുപോലെ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും വിളിച്ച് സമയം കളയണമെന്നില്ല, ഒരാളോട് പറഞ്ഞാൽ മതി എന്ന് അപ്പൻ പറയുകയാണ്. അങ്ങനെ പറയാൻ എനിക്ക് തമ്പുരാൻ അപ്പനെ ഇപ്പോഴും തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. 59 വർഷമായി എൻ്റെ അപ്പനും അമ്മയും കൈകോർത്തിട്ട് എന്നത് തന്നെ എത്രയോ വലിയൊരു അനുഗ്രഹമാണ്. അമ്മ അപ്പൻ എന്നീ 2 ഇമേജുകൾ ഏതൊക്കെ അൾത്താരയിൽ, ഏതൊക്കെ ധ്യാനവേളകളിൽ, ഏതൊക്കെ മാതൃവേദികളിൽ, പിതൃവേദികളിൽ അവതരിപ്പിക്കാനുണ്ടോ, എൻ്റെ ഒന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അപ്പനും അമ്മയുമാണ്. അതിനപ്പുറത്ത് എനിക്ക് ആരെ പറ്റിയും പറയാനില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് എൻ്റെ അപ്പനെ അമ്മയല്ല, നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ സ്വന്തം അപ്പനെ അമ്മയാണ്. അതാണ് ഈ അപ്പൻ്റെ അമ്മയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്പനെയും അമ്മയെയും ഓർക്കേണ്ട ദിവസമാണ് വനിതാ ദിനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഫെമിനിസത്തെ പറ്റിയുമുള്ള അന്താരാഷ്ട്ര തീസിസൊക്കെ അവതരിപ്പിക്കേണ്ട ദിവസമല്ല വനിതാ ദിനം. സ്വന്തം ഞാൻ എങ്ങനെയൊരു വനിതയായി, ഞാൻ എങ്ങനെയൊരു മകളായി, എന്നെ ഒരു നല്ല മകളായി വളർത്തിയ എൻ്റെ സ്വന്തം അമ്മയെ ഓർക്കേണ്ട ദിവസമാണ് ഈ വനിതാ ദിനം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ കല്യാൺ രൂപതയിലെ എൻ്റെ അമ്മമാർ മുഴുവൻ സ്വന്തം അമ്മമാരെ ഓർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കല്യാൺ രൂപത പുണ്യപ്പെട്ടു. കാരണം ഈ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. സ്വന്തം അമ്മയെ ഓർക്കുന്ന അമ്മയെ ധിക്കരിക്കാൻ ആ അമ്മയുടെ മക്കൾക്ക് കഴിയില്ല. പല അമ്മമാരുടെയും പ്രശ്നം എന്താണ്? മക്കൾ അനുസരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ഒന്നുകൂടി അമർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മകളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ മാത്രം മതി. എൻ്റെ സ്വന്തം അമ്മയോടുള്ള എൻ്റെ ബന്ധം ഞാൻ എങ്ങനെയാണ് എൻ്റെ മകളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വിശുദ്ധ ചാവറ പിതാവ്
അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മക്കൾ വലുതാകുമ്പോൾ, മുതിരുമ്പോൾ മാതാപിതാക്കളെ ആദരിക്കേണ്ടതിന് ബാല്യത്തിൽ മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടെന്ന് മക്കളെ ബോധ്യപ്പെടുത്തണം. അതാണ്, മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ട് എന്ന് മക്കളെ ബോധ്യപ്പെടുത്തണം എന്നാണ് ചാവറ പിതാവ് പറഞ്ഞത് 156 വർഷം മുമ്പ് എഴുതിയ ചാവരുള്ളിലാണ്. ഈ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ദമ്പതികൾക്ക് പരസ്പരമുള്ള ബോധ്യപ്പെടുത്തലല്ല, മക്കൾക്ക് ബോധ്യപ്പെടണം. അപ്പനും അമ്മയും തമ്മിൽ സ്നേഹത്തിലാണ്, അപ്പനും അമ്മയും തമ്മിൽ നിലയ്ക്കാത്ത പ്രണയത്തിലാണ് എന്ന് ഈ മക്കൾക്ക് നിരന്തരം ബോധ്യപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി ഈ അപ്പനും അമ്മയും മാറുമ്പോഴുണ്ടല്ലോ, മക്കളുടെ റൂട്ട് മാപ്പ് വീട്ടിൽ ഭിത്തിയിൽ തെളിയും. അമ്മ കണ്ണടച്ചാൽ തെളിയും മക്കളുടെ റൂട്ട് മാപ്പ്. എൻ്റെ മോനിപ്പോൾ എവിടെയാ, എൻ്റെ മോളിപ്പോൾ എവിടെയാ, എന്ത് ചെയ്യുമെന്ന് അമ്മമാർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ റൂട്ട് പറയാത്തവർക്ക് മാപ്പില്ല എന്ന എൻ്റെ അമ്മയുടെ വാക്ക് എല്ലാ വീടുകളിലും പ്രസക്തമാണ്. എത്ര അമ്മമാർക്ക് മക്കളുടെ റൂട്ട് അറിയാം എന്ന ചോദ്യത്തിൽ ഞാൻ വീണ്ടും എൻ്റെ ചാവറയച്ചനെ പിടിക്കുകയാണ്. ചാവറയച്ചൻ പറഞ്ഞു, മക്കളുടെ കൂട്ടുകാരാരാണെന്ന് അമ്മമാരും അപ്പന്മാരും അറിയണം. നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാരാണ്? അപ്പം നിങ്ങൾ പറയും, എൻ്റെ അച്ഛൻ ഈ പറയുന്ന പോലെ ഇത് കേരളത്തിലെ ഏതെങ്കിലും ചെറിയ ഇടവകയൊന്നുമല്ല, ഇത് ബോംബെയാണ്, മഹാനഗരം. വർത്തമാന ഇന്ത്യയുടെ സോദോം ഗൊമോറയാണ് അല്ലേ? ഇന്ന് നമ്മൾ വായിച്ചത് സോദോം ഗൊമോറയെ പറ്റിയാണ്. മനുഷ്യർ പരസ്പരം കത്തുന്ന കണ്ടുകൊണ്ട് പുഴുങ്ങിത്തിന്നിരുന്ന സോദോമിൻ്റെയും ഗൊമോറയുടെയും മുമ്പിൽ കണ്ണിൻ്റെ കാഴ്ച പോയ ഒരു പറ്റം തലമുറയെ അവതരിപ്പിച്ചിട്ടാണ് ഇന്നത്തെ വചനം അവസാനിച്ചത് എന്ന് ഓർക്കണം. എൻ്റെ അമ്മമാർ മാതൃദിനം ആഘോഷിക്കുന്ന ദിവസം. അതുകൊണ്ട് അങ്ങനെ കണ്ണൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ആങ്ങളമാരുടെയും അപ്പന്മാരുടെയും അങ്കിളുമാരുടെയും ആൻറ്റിമാരുടെയും ഒക്കെ കെടുതി കൊണ്ട് കാവലിരിക്കുന്നവർ തന്നെ കട്ടു തിന്നുന്ന റൂട്ടുകളുടെ കഥകൾ പറയുന്നവരാണ് പല അമ്മമാരും. കാവലിരിക്കുന്നവർ തന്നെ കട്ടു തിന്നുന്ന റൂട്ടുകളുണ്ട് നമ്മുടെ മക്കൾക്ക് പലർക്കും. കൈപിടിച്ച് നല്ല വഴിയെ നടത്തേണ്ടവരാണ് ഇന്ന് പല കുടുംബങ്ങളിലും മക്കളുടെ റൂട്ട് കട്ടു തിന്നുന്നത്. പുറത്തു പറയാൻ പറ്റാത്ത ദുരന്തങ്ങൾ പേറുന്നുണ്ട് നിരവധി കുടുംബങ്ങൾ. കാരണം എന്താണ്? ഇന്ന് ഈ വളർത്തൽ എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിന് നമ്മളെ വളർത്തിയവർ നൽകിയ പ്രാധാന്യം നൽകുന്നതിന് ജീവിത പ്രാരാബ്ധം കൊണ്ട് നമ്മളിൽ പല അമ്മമാർക്കും പറ്റാതെ പോകുന്നത് കൊണ്ടാണ്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റാതെ പോകുന്നു ജീവിത പ്രാരാബ്ധം കൊണ്ട്. കാരണം നമ്മളെ വളർത്തിയിരുന്ന അമ്മയുടെയും അപ്പൻ്റെയും തലമുറയിൽ നിന്ന് ഇന്ന് ഈ മണ്ണിൽ വളരുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ, പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് പല അമ്മമാർക്കും മക്കൾ എതിലെങ്കിലും പോട്ടെ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. ചില ഇപ്പം നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളർത്തുമൃഗങ്ങൾ കയറൂരി നടക്കുന്ന ഈ ഒരു കാലമാണ്. നമ്മളവരെ അമ്മയെന്നും അങ്കിളെന്നും അമ്മായി എന്നും അനിയനെന്നും ഒക്കെ വിളിക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ വളർത്തുമൃഗങ്ങളെ. അപ്പോൾ അവരിങ്ങനെ കയറൂരി നടക്കുന്ന വഴിയിൽ കൂടെ നമുക്ക് വാഹനമൊക്കെ ഓടിച്ചു പോകാനോ നടന്നു പോകാനോ പലപ്പോഴും പറ്റാറില്ല. പക്ഷേ പലരും പറയും വൈകിട്ടാകുമ്പോഴേക്കും വീട്ടിലെത്തിക്കോളും എന്ന് പറയും അല്ലേ? ഈ കയറൂരി വിടുന്ന വളർത്തുമൃഗങ്ങൾ എതിലെയാണ് പോകുന്നതെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല, വൈകിട്ട് വീട്ടിലെത്തിക്കോളും എന്ന് പറയാം. അങ്ങനെ വൈകിട്ട് മാത്രം വീട്ടിലെത്തുന്ന വളർത്തുമൃഗങ്ങളുടെ ഒരു അവസ്ഥയിലേക്ക് മക്കളെ ഊരിവിടാനായിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്തവരാകരുത് എന്ന് വനിതാ ദിനം ഓരോ അമ്മയെയും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വായിച്ചതിൽ എൻ്റെ മനസ്സിൽ വളരെയേറെ തറഞ്ഞിരിക്കുന്ന ഈ ഒരു നോവലുണ്ട്. അത് തമിഴ് നോവലിസ്റ്റായ അഖിലൻ എഴുതിയ ചിത്രപ്പാവകൾ എന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു നോവലാണ്. 1977 78 എൻ്റെ ഓർമ്മ. ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ നോവലാണ് ചിത്തിരപ്പാവൈ. അതിൽ കതിരേശൻ എന്ന് പറയുന്ന സാത്വികനായ ഒരു കഥാനായകൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അണ്ണാമലൈ എന്ന് പറയുന്നൊരു കഥാപാത്രത്തോട് അവരുടെ കെട്ടിടത്തിൻ്റെ 5ാം നിലയിൽ ഇരുന്ന് താഴെ നഗരത്തിലേക്ക് നോക്കിക്കൊണ്ടൊരു വാക്ക് പറയുന്നത് എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരികയാണ്. അവർ നോക്കുമ്പോൾ ഒരു കൊഴുത്തു തടിച്ച ഒരു പശു ഇങ്ങനെ ഈ നഗരത്തിൻ്റെ തെരുവീതികളിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഈ അണ്ണാമലൈ ഗുരുവായ കതിരേശനോട് പറയുകയാണ്, സാർ നോക്കൂ, ഏതോ വലിയ വീട്ടിലെ പശുവാണത്.
നല്ല പച്ചപ്പുല്ലും പരുത്തിക്കട്ടയും പിണ്ണാക്കും കാടിവെള്ളവും ഒക്കെ കുടിച്ച് വളർന്ന ഒരു നല്ല പശുവാണത്. കണ്ടോ, വരുന്നത് കണ്ടോ, എന്തൊരു നല്ല ഐശ്വര്യമാണ് അതിനെ കാണാൻ എന്ന് പറയുകയാണ്. അപ്പോൾ കതിരേശൻ പറയുകയാണ്, അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കൂ. വരുന്നത് കാണാൻ അഴകുള്ളവർ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുമ്പോഴാണ് ഈ വരവിൻ്റെ സൗന്ദര്യം നമ്മൾ അറിയേണ്ടത്. വേറെ എങ്ങോട്ടും പോയില്ല. അടുത്ത് തുറന്നു വെച്ചിരുന്ന തെരുവ് വീപ്പയുടെ അടുത്തേക്ക് ഈ പശു വരുന്നു. അത് തലയെടുത്ത് അതിനകത്തോട്ട് താത്തുന്നു, വാരി വലിച്ചു തിന്നുന്നു. അപ്പോൾ കതിരേശൻ എന്ന് പറയുന്ന ഗുരുസ്ഥാനീയൻ പറയുകയാണ്, ഏത് വലിയ വീട്ടിൽ വളർത്തുന്ന പശുവാണെങ്കിലും കയറൂരി തെരുവിലിറക്കിയാൽ വിസർജ്യം വാരി തിന്നും എന്ന് പറയുകയാണ്. വൈകിട്ട് തിരിച്ചു വരുമായിരിക്കും, പക്ഷെ പോയ റൂട്ട് ഏതാണ്? മക്കളുടെ റൂട്ട് അറിയാത്തവരെ അമ്മമാരെന്ന് വിളിക്കരുത് എന്ന ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയില്ലല്ലോ എന്നെൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചിന്ത തോന്നിയേക്കാം. എന്നാൽ നമ്മളുടെ ബന്ധം നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെയുള്ള ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ബന്ധമാണ്. സ്വന്തം വീട്ടിൽ ഭർത്താവിൻ്റെ റൂട്ട് അറിയാവുന്ന ഭാര്യ, ഭാര്യയുടെ യഥാർത്ഥ റൂട്ട് അറിയാവുന്ന ഭർത്താവ്, എവിടെയാണ് പോകുന്നത് എനിക്കറിയാം. മക്കളുടെ റൂട്ട് അറിയാവുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളുടെ റൂട്ട് അറിയാവുന്ന മക്കൾ, സഹോദരങ്ങൾക്ക് പരസ്പരം സ്വന്തം ഗതിവിഗതികൾ പരസ്പരം അറിയാവുന്ന ഒരു അവസ്ഥ. റൂട്ട് മാപ്പ് വ്യക്തമായിട്ടുള്ള തെളിച്ചമുള്ള വീടുകളിൽ കുടുംബത്തിന് വഴി തെറ്റില്ല. ഇല്ലെങ്കിൽ അജ്ഞാതമായ വഴിയിടങ്ങളിൽ നിന്ന് അപൂർവ രോഗങ്ങൾ സമ്പാദിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ അനാരോഗ്യപരമായ പ്രവണതകൾ കൊണ്ട് നിറയ്ക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കും ഈ റൂട്ട് പറയാതെ പോകുന്നവർ. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള ധ്യാനമാണ് വനിതാ ദിനം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള ധ്യാനമാണ് വനിതാ ദിനം എന്ന് പറയുന്നത്. അത് കത്തോലിക്ക സഭയുടെ മാത്രമല്ല, അത് കല്യാൺ രൂപതയുടെ മാത്രമല്ല, അത് കുടുംബമായി ജീവിത പങ്കാളിയുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് തമ്പുരാൻ തരുന്ന മക്കളെ സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച മഹത്തായ പരിപാലനയുടെ പൈതൃകമൊഴുകുന്ന ഈ ഒരു പവിത്രമായ ഒരു ചിന്താധാരയുടെ തുടർച്ചയിലാണ് നമ്മൾ ഈ വനിതാ ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം. കാരണം നമ്മൾ ഈ കത്തോലിക്ക സഭ ഭാരതത്തിനും കേരളത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രം വായിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന ഈ ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയും, നമ്മുടെ സുശക്തമായ ദാമ്പത്യ ഭദ്രതയാണ് എന്ന് ഞാൻ പറയും. പിതാവിൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്നതിലെ തെറ്റ് തിരുത്തിയേക്കണേ പിതാവേ. കത്തോലിക്ക സഭ ഇവിടെ കുടുംബ ചട്ടങ്ങൾ ചാവറപ്പിതാവ് എഴുതിയ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ ചാവറപ്പിതാവ് എഴുതി നൽകിയ 1868 മുതൽ, ഒരുപക്ഷെ അതിനു മുമ്പ് മുതൽ തമ്പുരാൻ ഏൽപ്പിച്ചു തരുന്നതാണ് എൻ്റെ പങ്കാളി, എൻ്റെ പങ്കാളിയുടെ പേരെൻ്റെ ചങ്കാളി എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചങ്കിൻ്റെ ഉടമയാണ് എൻ്റെ ജീവിത പങ്കാളി, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പങ്ക് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്ന പവിത്രമായ വിശുദ്ധമായ കൗദാശിക അനുഭവത്തിൻ്റെ തിളക്കമുള്ള ദാമ്പത്യ ജീവിതം. ഒരു ഭർത്താവ്, ആ ഭർത്താവിന് ഒരു ഭാര്യ. അങ്ങനെ ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ പവിത്രതയിൽ ഉറച്ചു വളരുന്ന ഒരു ദാമ്പത്യം, കുടുംബം, അതാണ് കത്തോലിക്ക സഭ കേരള സമൂഹത്തിനും ഭാരതത്തിനും നൽകിയത്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ കത്തോലിക്ക സഭ ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് വിവാഹം എന്നത് പരിശുദ്ധമായ കൂദാശയാണ്, അദൃശ്യമായ കൃപാവരത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യമാണ് എന്ന് പഠിപ്പിച്ച് തമ്പുരാൻ സ്ഥാപിച്ച 7 കൂദാശകളിൽ ഒന്നായി വിവാഹത്തെ സ്വീകരിച്ച് ആ കൂദാശയുടെ അനുഭവം നിലനിർത്തിക്കൊണ്ട് വളർന്നു വന്ന ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് നമ്മളെങ്കിൽ, നമ്മൾ ഈ നാടിന് നൽകിയത് കുടുംബ ഭദ്രതയുടെ ജീവസാക്ഷ്യമാണ്, കഥകളല്ല. ചെയ്യാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് കൊടുത്തതല്ല,
ജീവിതം കൊണ്ട് എഴുതിയ ദാമ്പത്യ വിശുദ്ധിയുടെ കഥകളാണ് കത്തോലിക്കാ സഭ ഭാരതത്തിന് കൊടുത്ത മഹത്തായ സമൂഹ നിർമ്മിതിയുടെ പൈതൃകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്ക് വേണമെങ്കിലും അത് ചലഞ്ച് ചെയ്യാം. ഒരു ജീവിത പങ്കാളിക്ക്, ഒരു പുരുഷന്, ഒരു സ്ത്രീ, അപ്പോൾ മാത്രമാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത് സമ്പൂർണമായ കൊടുക്കൽ വാങ്ങലായി മാറുകയുള്ളൂ. അവിടെ നിന്നാണ് മക്കൾ തമ്പുരാൻ തരുന്ന ദാനമായി. മാതാപിതാക്കളെ, നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപങ്ങളാണ്, തമ്പുരാൻ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപങ്ങളാണ് നിങ്ങളുടെ മക്കൾ എന്ന് ചാവറ പിതാവ് എഴുതുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, രക്തത്താലും സ്നേഹത്താലും ബന്ധിതരായവരുടെ, അതാണ് ദാമ്പത്യത്തിന് ചാവറ പിതാവ് കൊടുക്കുന്ന നിർവചനം. രക്തത്താൽ ബന്ധിതരാണ് ദമ്പതികൾ, സ്നേഹത്താൽ ബന്ധിതരാണ് ദമ്പതികൾ. അപ്പോൾ ഈ രക്തത്താലും സ്നേഹത്താലും ബന്ധിതരായവർക്ക് തമ്പുരാൻ നൽകിയിരിക്കുന്ന സമ്മാനമാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാണ് മക്കൾ എന്ന് പറയുകയാണ്. ഞാൻ ഈ മറുനാടൻ മലയാളി എന്ന് വിളിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിന് പുറത്തുള്ള മലയാളി സഹോദരങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഭാഷയുമായി അല്പം ബന്ധമുണ്ട്. ഞാനൊരു മലയാള ഭാഷ അധ്യാപകനാണ്. എന്നാലും നമ്മുടെ സിസ്റ്റേഴ്സ് ഒന്നും മറുപടി പറഞ്ഞ് സഹായിക്ക് കൊടുക്കണ്ട, എൻ്റെ അമ്മമാർ തന്നെ മറുപടി പറഞ്ഞോളും. ഇനിയിപ്പം സിസ്റ്റേഴ്സിനൊക്കെ വിഷമമാകും, ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ ഇടവകയ്ക്ക് ക്ഷീണമായി പോകുമല്ലോ, അച്ഛൻ ഇനിയിപ്പം ഞങ്ങളുടെ ഇടവക എന്തെങ്കിലും കൊണ്ടുവന്നവരോട് വല്ലതും ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ഉത്തരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ക്ഷീണമാകുമല്ലോ എന്ന് വിചാരിച്ച് സിസ്റ്റേഴ്സ് എല്ലാം ഒന്ന് വിജിലൻ്റായി. ഓ മലയാളമാണോ, പോരട്ടെ ഞങ്ങൾ സഹായിച്ചോളാം എന്നൊക്കെ പറയണം. അങ്ങനെ സഹായിക്കണ്ട, നമ്മുടെ അമ്മമാർ തന്നെ സഹായിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ അമ്മയെ സഹായത്തിന് വിളിക്കുകയാണ്. അമ്മയെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അമ്മ തന്നെ, അത് തന്നെ. എൻ്റെ ദൈവമേ, മുമ്പിൽ വന്നിരുന്നതും പോരാ, ഇനിയിപ്പോൾ ചോദ്യവും കൂടെ കിട്ടിയല്ലോ എന്നോർത്ത് നമ്മുടെ പാവം അമ്മയ്ക്കാകെ ടെൻഷനായി. അമ്മയോട് ഞാൻ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഞാൻ വളരെ അന്താരാഷ്ട്രപരമായൊരു ചോദ്യമാണോ ചോദിക്കുന്നതെന്നൊന്നും അമ്മ വിചാരിക്കേണ്ട, സാധാ ചോദ്യമാണ് ചോദിക്കുന്നത്, വേറൊന്നുമല്ല ചോദിക്കുന്നത്. അമ്മയ്ക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഓ, ഇതായിരുന്നോ ഇത്ര വലിയ ആനകുതിര ചോദ്യം അല്ലേ? എത്ര കുട്ടികളുണ്ട് അമ്മേ? എത്രയാണ്? 2 പേര് അല്ലേ? അമ്മ ഇരിക്കേ, തീർന്നു, പ്രശ്നമില്ല, പണി തീർന്നു, അത്രേ ഉള്ളൂ. ആ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇനി ഈ ഇരിക്കുന്ന അമ്മയോട് ചോദിക്കട്ടെ, ഒന്നാമതിരിക്കുന്ന ആ അമ്മയോട്. കണ്ടിട്ടൊരു കുഞ്ഞമ്മയാണ്, എന്നാലും ചോദിക്കാം, എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. ചോദ്യം കഴിഞ്ഞു, ഇരുന്നോളൂ. 2 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഒരമ്മയോട് ചോദിച്ചത് എത്ര അല്ല, ഞാൻ ഈ അമ്മയോട് ചോദിച്ചത് എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ അമ്മയോട് ഞാൻ ചോദിച്ചു എത്ര മക്കളുണ്ട് എന്ന്. മലയാളത്തിലെ 2 പദങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ 2 പദങ്ങൾ നമ്മുടെ ഈ വർത്തമാനകാല കുടുംബ ജീവിതത്തിൻ്റെ 2 അവസ്ഥകളുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന 2 പദങ്ങളാണ്. ഈ അമ്മ ആടിനെ വളർത്തുന്നുണ്ടായിരുന്നു പണ്ട്, അല്ലേ അമ്മേ? അമ്മ പണ്ട് ആടിനെ വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മയുടെ വീട്ടിൽ ആട് പെറ്റു. ഓക്കെ, ഉടനെ ഈ അമ്മ ഫോൺ എടുത്തിട്ട് അനിയത്തിയെ വിളിക്കുകയാണ്. എടി, നമ്മുടെ ആട് പെറ്റു കേട്ടോ, 4 മക്കൾ, ആട്ടുമക്കൾ. എന്തു പറയുന്നു? 4 കുട്ടികൾ അല്ലേ? ആട് പെറ്റു, 4 കുട്ടികൾ. എടി, നമ്മുടെ പശു പെറ്റു കേട്ടോ, നല്ല പശുമോൻ. പശുക്കുട്ടി. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീഫൻ അച്ഛൻ്റെ ഒക്കെ നാട്ടിൽ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ കിടാവ്. ഇവിടെ കിടാക്കളാ കൂടുതലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മൊയല് പെറ്റു, പട്ടി പെറ്റു, പട്ടിമക്കൾ, പട്ടിക്കുട്ടികൾ. കുട്ടികൾ എങ്ങനെയുണ്ടാകുന്നു എന്നത് വനിതാ ദിനത്തിൽ ഇങ്ങനെ മൈക്കിലൂടെ ചോദിക്കേണ്ട കാര്യമല്ല.
ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ജൈവികമായ സംയോഗത്തിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് കുട്ടി. അത് സ്ത്രീയല്ല, അത് മെയിൽ ഫീമെയിൽ, അത്രേ ഉള്ളൂ. അത് മൃഗമാകാം, മനുഷ്യനാകാം. നമ്മളെല്ലാവരും ആ കാര്യത്തിൽ എഗ്രി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ വനിതാ ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ ചോദിക്കേണ്ട ചോദ്യം മക്കൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ്. മക്കളുണ്ടാകുന്നത് മനസ്സിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളുണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിയുണ്ടാകുന്നത് ഉടലിൽ നിന്ന്, മക്കളുണ്ടാകുന്നത് ഉയിരിൽ നിന്ന്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ ഉണ്ടാകട്ടെ, കുട്ടികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അയ്യോ, ഇനി അച്ഛൻ ഇനി വല്ല കരിസ്മാറ്റിക്കാനുമാണോ ദൈവമേ, ഇനി കുട്ടിങ്ങാനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ് നീട്ടിയത് എൻ്റെ കയ്യിൽ നേരെങ്ങാനുമാണോ എന്ന് വിചാരിച്ച് ചില അമ്മമാരിന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഒരു വീട്ടിലും കുട്ടി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മക്കളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ചേർച്ചയിൽ നിന്ന്, മനസ്സിൻ്റെ ഒരുമയിൽ നിന്ന്, ഒന്നാകലിൽ നിന്ന് മക്കളുണ്ടാകും. കുട്ടിയുണ്ടാകുന്നത് ഭർത്താവിനും ഭാര്യയ്ക്കുമാകണമെന്നില്ല, ആണിനും പെണ്ണിനുമാണ്. മക്കളുണ്ടാകുന്നവരുടെ ഉടമസ്ഥരെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? മാതാവും പിതാവും എന്നാണ്. മാതാപിതാക്കളാണ്. മാതി ഇതി മാതാ, അതാണ് സംസ്കൃതം. പാതി ഇതി പിത, എന്താണ് അതിൻ്റെ അർത്ഥം? പാതി ഇതി പിത, ശേഖരിക്കുന്നവൻ അപ്പൻ, അതാണ്. മാതി ഇതി മാത, മാതി ഇതി മാത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പങ്കുവെച്ചു കൊടുക്കുന്നവൾ അമ്മ എന്നാണ്. അപ്പൻ ശേഖരിക്കുന്നു, അമ്മ വീതം വെച്ച് കൊടുക്കുന്നു. അതാണ് ഈ ദാമ്പത്യത്തിൻ്റെ ഭദ്രത. അത് ഒരാൾക്കൊരാളാണ്. അതാണ് കത്തോലിക്ക സഭയുടെ കുടുംബത്തിൻ്റെ സൗന്ദര്യം. അതാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കുടുംബ സൗന്ദര്യം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ എല്ലാ അമ്മമാരോടും അപ്പന്മാരോടും പറയുന്നത് മക്കളെ നിങ്ങൾ വിശ്വാസത്തിൽ വളർത്തുക എന്ന് പറയുന്നത്. കാരണം ഈ ദാമ്പത്യ ഭദ്രതയ്ക്ക് തുടർച്ചയുണ്ടാകണമെന്നുണ്ടെങ്കിൽ സത്യവിശ്വാസത്തിൻ്റെ പിന്മുറക്കാരുണ്ടാകണം ഒരുമിക്കാൻ. വഴിയെ പോകുന്നവരുടെ കഴുത്തിൽ കൈയിട്ട് വാരിയാൽ ഉടൻ തന്നെ അങ്ങോട്ട് ദാമ്പത്യമാവില്ല കത്തോലിക്ക സഭയ്ക്ക്. അതുകൊണ്ട് ഓരോ ദാമ്പത്യവും വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകൾ വെച്ചുകൊണ്ട് വിവാഹമെന്ന പവിത്രമായ ജീവിതം ആരംഭിക്കുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞകളിൽ ഒന്ന് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങൾ പങ്കുചേർന്നു കൊള്ളാമെന്നുള്ളതാണ്. ആ പ്രതിജ്ഞ എടുത്തവരാണ് എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം. 2, ദൈവം തരുന്ന മക്കളെ സത്യവിശ്വാസത്തിൽ മരണം വരെ വളർത്തിക്കൊള്ളാമെന്നാണ്. മക്കളെ വളർത്താൻ പറ്റുള്ളൂ വിശ്വാസത്തിൽ, കുട്ടികളെ വളർത്താൻ പറ്റില്ല. ഞാൻ 2 പദങ്ങളിട്ട് കളിക്കുകയാണെന്ന് വിചാരിക്കരുത്. 2 ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പങ്കുവെച്ചു തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അത്രേ ഉള്ളൂ. 3ാമത്തെ പ്രതിജ്ഞ മറ്റൊന്നുമല്ല, കത്തോലിക്ക സഭയിൽ ഒരു ഗാർഹിക സഭയ്ക്ക് രൂപം കൊടുത്തുകൊള്ളാമെന്നാണ്. ആ സഭയുടെ തുടർച്ച മുറിയരുത് ഒരമ്മയുടെയും പേരിൻ്റെ അവസാനത്ത് നിന്ന്. എൻ്റെ മക്കൾ പോയി, കൈവിട്ടു പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അറിയണം മക്കളുടെ റൂട്ട്. മാപ്പ് നൽകേണ്ടവർക്ക് മാപ്പ് നൽകി റൂട്ട് അറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വനിതാ ദിനത്തിലെ അമ്മമാരുടെ കൂട്ടായ്മയെ അർത്ഥപൂർണമാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അമ്മ ഒരു വീട്ടിലെ, ഒരു കുടുംബത്തിലെ ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ രക്തസാക്ഷിയാണ് അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അമ്മയുടെ വാക്കുകൾ, അതാണ് മക്കളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്ന നീർച്ചാലുകൾ. അമ്മയുടെ കണ്ണുനീർ, അമ്മയുടെ കിതപ്പ്, അമ്മയുടെ ഗദ്ഗതം, അമ്മയുടെ നെടുവീർപ്പ് എല്ലാം പ്രാർത്ഥനയാണ്. എൻ്റെ വല്യമ്മയുടെ നെടുവീർപ്പിൻ്റെ ഈണം എന്നായിരുന്നു അറിയോ? ഈശോ ഈശോ. എൻ്റെ അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നത്, വല്യമ്മയെ ഞങ്ങളെല്ലാവരും ഒരു കിണറ്റിൽ നിന്നായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വല്യമ്മ ഇങ്ങനെ ഒരു വലിയ കുടം ഈ എളിക്ക് വെച്ചോണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈശോ, അവിടെ ശ്വാസമാണ് വലിച്ചു വിടുന്നതേ. ജീവിതത്തിൻ്റെ ശ്വാസമായിരുന്നു ഈശോ. വല്യമ്മ അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ അമ്മയുടെ ആ വേദനയുടെ ഈണവും ഈശോയായിരുന്നു. അമ്മ നല്ല മിശിഷിയായി മാറി, നല്ല സംഗീതജ്ഞയായി മാറി എൻ്റെ വല്യമ്മ. എത്ര നല്ല ഈശോ നാദാ തത്ര വന്നിടുന്നു ഞാൻ, ചിത്രമാധുര്യ സ്നേഹ പാത്രവാനല്ലയോ നീ.
ഓർക്കുന്നില്ലേ അമ്മയ്ക്ക് വളർന്ന മക്കൾ? ഇല്ലേ, എൻ്റെ അമ്മയ്ക്ക് വളർന്ന മക്കൾ ഓർക്കുന്നില്ലേ ഈ പാട്ടിൻ്റെ ഈണം? വല്യമ്മമാർ മടിയിലിരുത്തി കുഞ്ഞുമക്കളുടെ കാതുകളിലേക്ക് ഒഴുക്കിവിട്ട ദിവ്യസംഗീതത്തിൻ്റെ ഈണമാണ്. എൻ്റെ വല്യമ്മ മരിക്കുമ്പോൾ വല്യമ്മയുടെ സഹനത്തിൻ്റെ ഈണം എന്ന് പറയുന്നത് ഈശോ എന്ന പേരായിരുന്നു. അതിന് വേറെ ഏതോ ഒരു താളം വന്നു, വേറെ ഏതോ ഒരു ഈണം വന്നു. ആ ഈണത്തിൽ എൻ്റെ അമ്മ ഉറങ്ങി. ഈശോ എന്ന ഈണത്തിൽ ഉറങ്ങിയ അമ്മമാരുടെ മക്കളാണ് നമ്മൾ. ആ ഈണം താളം തെറ്റാതെ അടുത്ത തലമുറയിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള സംഘാതമായ കൈകോർത്തുകൊണ്ടുള്ള തീരുമാനമെടുക്കലാണ് ഈ വനിതാ ദിനത്തിൽ കല്യാൺ രൂപത എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ സംഘടിതമായ ഈ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിത് പകരണം, കൈവിട്ടു പോകരുത്. പവിത്രമായ ഈ വിശ്വാസ ജീവിത ശൈലി നമുക്ക് കൈവിട്ടു പോകരുത്. അത് പിടിച്ചെടുക്കണം നമ്മൾ. കാരണം അത് കവർന്നെടുക്കാൻ കാത്തു സൂക്ഷിക്കുന്നവരെക്കാൾ കൂടുതൽ കൗശലത്തോടെ കവർന്നെടുക്കാനുള്ളവർ കരുതി വരികയാണ് എന്നെ പ്രിയപ്പെട്ടവർ മറക്കരുത്. കാത്തു സൂക്ഷിക്കുന്നവർ നമ്മളാണ്. നമ്മളുടെ ജാഗ്രതയേക്കാൾ കൂടുതൽ ഈ പവിത്രമായ വിശ്വാസ പൈതൃകം കവർന്നെടുക്കാൻ വരുന്നവരാണ് കൂടുതൽ ജാഗ്രതയുള്ളവർ. അതാണ് നമ്മുടെ സഭയിൽ ഇന്ന് നേരിടുന്ന നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് കാത്തു സൂക്ഷിക്കാനുള്ളവരെക്കാൾ കൂടുതൽ ജാഗ്രതയാണ് ഇത് കട്ടോണ്ടു പോകാൻ വരുന്നവർക്കുള്ളത്. ഓർക്കണം, അതെല്ലാ മുതലിൻ്റെയും കാര്യം അങ്ങനെയാണ്. സൂക്ഷിച്ചു വെച്ചാൽ അവിടെ ഇരുന്നോളും എന്നാണ് എല്ലാ മുതലാളിമാരുടെയും ചിന്ത. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മുതലാളിമാരായിരുന്ന ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ചിന്ത ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലേ, അത് അവിടെ അങ്ങ് ഇരുന്നോളും എന്നാണ്. അല്ല, കട്ടുകൊണ്ടു പോകാൻ വരുന്ന കുറുക്കനും കാക്കയും വളരെ കരുതലോടെയാണ് എന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്. അതുകൊണ്ട് ഈ അമ്മ എന്ന സ്വത്വബോധത്തിലേക്ക് ഈ വനിതാ ദിനത്തിൽ എൻ്റെ മാതൃവേദിയുടെ ഈ പ്രതിനിധികൾ ഉണർന്നെണീൽക്കുമ്പോൾ ഓർക്കണം, നമുക്കൊത്തിരി ധ്യാനിക്കാനുണ്ട്, നമുക്കൊത്തിരി മുന്നേറാനുണ്ട്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ചലഞ്ച് ചെയ്യാൻ, നേരിടാനുള്ള കരുത്തുണ്ട്. അത് നമ്മൾ ഒരുമിച്ച് നിന്ന് ആർജിച്ചെടുക്കണം. നമ്മുടെ വെല്ലുവിളികളെല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആ ഒരു ചിന്തയെ ഞാൻ ക്ഷണിക്കുകയാണ്. അമ്മ എന്ന ആ ഒരു ഭാവം ഓരോ വീട്ടിലെയും വിശ്വാസത്തിൻ്റെ വിശുദ്ധ സാക്ഷ്യമാണ്. അമ്മ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അമ്മ ഏത് പ്രാർത്ഥനയാണ് ചൊല്ലിയത്? അമ്മ ഏത് നെടുവീർപ്പാണ് വിട്ടത്? അമ്മ മുട്ടയിൽ നിൽക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന എന്താണ്? അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന എന്താണ്? അമ്മ അരി കഴുകുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന എന്താണ്? അമ്മ അച്ചാച്ചൻ വഴക്ക് പറഞ്ഞപ്പോൾ ആ സങ്കടം പരിഹരിക്കാൻ വേണ്ടി അമ്മ എടുത്ത പ്രാർത്ഥന ഏതാണ്? ഇതെല്ലാം മക്കൾക്ക് കാണാപ്പാടമാണ്. അമ്മ കൊടുത്തതേയുള്ളൂ മക്കൾക്ക്, അമ്മ കൊടുക്കുന്നതേയുള്ളൂ മക്കൾക്ക്. അറിവ് കൊടുക്കാൻ അയൽക്കാരുണ്ട്, അധ്യാപകരുണ്ട്. വിശ്വാസം കൊടുക്കാൻ അമ്മയേയുള്ളൂ എന്നെ പ്രിയപ്പെട്ടവർ ഓർക്കണം. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളാണ് നമ്മുടെ ഇന്നത്തെ അൾത്താര എന്ന് നമ്മൾ ഓർക്കണം. ആ അൾത്താരയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വചന സന്ദേശം പരസ്പരം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബൈബിളിലെ ഒരമ്മയെ ഞാൻ ഒന്ന് തൽക്കാലത്തേക്ക് എൻ്റെ അമ്മമാർക്ക് വേണ്ടി ഒന്ന് സ്വീകരിക്കുകയാണ്. ബൈബിളിലെ ഒരമ്മയെ സ്വീകരിക്കുകയാണ്. മക്കബായരുടെ 2-ാം പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ അമ്മയാണ്. 7 മക്കളുള്ള അമ്മയാണ്. എല്ലാവർക്കും കഥ മനസ്സിലായി കഴിഞ്ഞു തീർച്ചയായും. ആ അമ്മയെ ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്താണ്? ആരാണ് അമ്മയെയും മക്കളെയും കൊലയ്ക്ക് കൊടുത്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. BC 167, 166 കാലഘട്ടങ്ങളിൽ, ഈശോയ്ക്ക് മുമ്പ് ഒരു 1.5 നൂറ്റാണ്ടിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അന്ന് രാജ്യം ഭരിച്ചിരുന്നത്, യൂദയ ഭരിച്ചിരുന്നത് അന്തിയോക്കസ് എപ്പിഫാനസ് 4-ാമൻ എന്ന രാജാവാണ്. അദ്ദേഹം യഹൂദ വിശ്വാസത്തിന് എതിരെ നിന്ന രാജാവാണ്. അതുകൊണ്ട് യഹൂദ വിശ്വാസം ഉപേക്ഷിക്കാനും ഈ കള്ളദൈവത്തെ ആരാധിക്കാനും രാജാവിൻ്റെ കൽപ്പന വന്നപ്പോൾ യാഹ്വേയെ മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസം, കർത്താവായ യഹോവയിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു അമ്മയെയും 7 മക്കളെയുമാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ. അവിടെ നിന്നുകൊണ്ട് ഈ കഥ മുഴുവൻ നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും നമുക്കെല്ലാവർക്കും ആ കഥ അറിയാവുന്നത് കൊണ്ടും
നമ്മുടെ പല മക്കൾക്കും ആ കഥ അറിയത്തില്ലാത്തത് കൊണ്ടും, നമ്മുടെ പല മക്കൾക്കും വിശ്വാസത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച ഈ അമ്മയുടെ കഥ നമ്മൾ അമ്മമാർ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടും ഞാനത് വായിക്കുന്നില്ല. അമ്മമാരിന്ന് വീട്ടിൽ ചെന്നിട്ട് മക്കബായരുടെ പുസ്തകം 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം എടുത്ത് ഈ കഥ മക്കൾക്ക് വായിച്ചു കൊടുക്കണം. ഇന്ന് വായിച്ചു കൊടുക്കണം, വനിതാ ദിനത്തിൽ വായിച്ചു കൊടുക്കണം. ഒരു വനിതയാണ് നിൻ്റെ അമ്മ എന്ന് പറയണം. ഈ വനിത എങ്ങനെ അമ്മയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നിലേക്ക് വിശ്വാസത്തെ പെറ്റി തന്നിട്ടാണ് അമ്മയായത് എന്ന് പറയണം. നിന്റെ ഉള്ളിൽ വിശ്വാസം പോറ്റി വളർത്തിയിട്ടാണ് ഞാൻ അമ്മയായതെന്ന് പറയണം. വിശ്വാസത്തിൻ്റെ അമ്മയാണ് എന്ന് പറയണം. അതിനുവേണ്ടി ഞാൻ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് മോനെ എന്ന് പറയണം. മക്കളെ, ഞാൻ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളുടെ ഉള്ളിൽ ഈശോ എന്ന പേരെഴുതാൻ വേണ്ടി ഞാൻ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് എന്ന് പറയണം. കത്തോലിക്ക തിരുസഭയെ അനുശാസിക്കുന്ന എല്ലാ പ്രാർത്ഥനാശീലങ്ങളും പിന്തുടരാൻ വേണ്ടി ഒത്തിരി ഒത്തിരി മഹാത്യാഗങ്ങൾ നിന്റെ അമ്മ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അപ്പോഴാണ് മക്കൾക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് ത്യാഗം ചെയ്ത് നേടിയെടുക്കേണ്ട വിലപിടിപ്പുള്ള എന്തോ ഒന്നാണെന്ന് അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മൾ തന്നെയാണ് വീടുകളിൽ വളരെ വികലമായ വിലക്കുറഞ്ഞ പദാവലികൾ കൊണ്ട് വിശ്വാസത്തെയും സഭയെയും സഭയുടെ പ്രതിസന്ധികളെയും ദുർവ്യാഖ്യാനം ചെയ്യാനും ശരിയായ കാഴ്ചപ്പാട് കൊടുക്കാതിരിക്കാനും പലപ്പോഴും കാരണമായി തീരുന്ന വീട്ടിൽ നടക്കുന്ന ചർച്ചകൾ, ചാനലിൽ കാണുന്ന ചർച്ചകളൊക്കെയാണ്. സഭയുടെ നിയമാവലിയും സഭയുടെ പാരമ്പര്യവും സഭയുടെ മഹത്തായ പൈതൃകവും എഴുതി വയ്ക്കുന്നതും വിളിച്ചു പറയുന്നതും കത്തോലിക്ക സഭയുടെ ആത്മാവുമായിട്ടൊരു ബന്ധം പോലുമില്ലാത്ത ചാനലുകളല്ല, മാധ്യമങ്ങളല്ല. സഭയുടെ പൈതൃകം നമ്മൾ വായിച്ചറിയേണ്ടത് സഭയുടെ പൈതൃകത്തിൽ നിന്ന് തന്നെ വേണം. അപ്പോൾ എൻ്റെ അമ്മമാർക്ക് പറയാൻ കഴിയണം, മക്കളെ ചേർത്ത് നിർത്തി പറയാൻ കഴിയണം, മക്കളെ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നമ്മളിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന ഈ വിശ്വാസം മഹാത്യാഗത്തിൻ്റെ ഫലമാണ് എന്ന് പറയാൻ കഴിയണം. ഒന്നാമത്തെ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സമയത്ത് അമ്മയ്ക്ക് 6 ചോയ്സ് ഉണ്ടായിരുന്നു. ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഈ അമ്മയെ നിരന്തരം വായിക്കും. ഓരോ തവണയും ഉമ്മ കൊടുക്കും. ആ തിരുവചനത്തിന് ഞാൻ ഉമ്മ കൊടുക്കും ഓരോ തവണയും. അതുപോലൊരമ്മ ഓർക്കണം. ഒന്നാമത്തെ കുഞ്ഞിനെ അയാൾ തുണ്ടമാക്കിയപ്പോൾ 6 ചോയ്സ് ഉണ്ടായിരുന്നു ഈ അമ്മയ്ക്ക്. ബാക്കി 6 മക്കൾ നിൽക്കുകയാണ്. വീണ്ടും ചോദിക്കുകയാണ്, മക്കളെ, കർത്താവിനെതിരെ ഒന്നും വേണ്ട, അടുത്തവൻ്റെ പൂവാണ്, ആയുസ് പൂവാണ്, പ്രാണൻ പൂവാണ്. അങ്ങനെ 7-ാമത്തവനെയും തീർന്നു കഴിഞ്ഞപ്പോൾ അമ്മ സ്വയം ബലിയാകാൻ മുന്നോട്ട് വരികയാണ്. വിശ്വാസമാണ്, ദൈവമാണ്, എൻ്റെ കർത്താവാണെല്ലാം. എനിക്ക് മക്കളെ തന്നതും ജീവിതം തന്നതും എൻ്റെ കർത്താവാണെങ്കിൽ ആ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് ജീവിതം വേണ്ട എന്ന് പറയുന്ന കുടുംബത്തിലെ ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്നേഹസാക്ഷ്യമാണ്, ത്യാഗസാക്ഷ്യമാണ് ഓരോ അമ്മയും. തെറ്റിദ്ധരിക്കേണ്ട. ആ ചലഞ്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഏറ്റെടുക്കേണ്ടത്. അതേ മാതൃക നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന 1-ാമത്തെ രക്തസാക്ഷിയുടെ പേരെന്താണ്? എസ്തപ്പാനോസാണ്, സ്റ്റീഫനാണ്, സെയിൻറ്റ് സ്റ്റീഫനാണ്. സ്റ്റീഫന് മുമ്പിലുണ്ട് ഇതുപോലെ ചോയ്സുകൾ ഉണ്ടായിരുന്നു. എന്തിൻ്റെ പേരിലാണ് അവനെ തുണിയുരിച്ച് കല്ലെറിഞ്ഞത്? അവൻ നസ്രായനായ ഈശോയിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. നസ്രായനായ ഈശോയിലുള്ള നിന്റെ വിശ്വാസം നീ വിട്ടുപേക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചീറി വരുന്ന 1-ാമത്തെ കല്ലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്റ്റീഫന്റെ മുമ്പിൽ നിരവധി ചോയ്സുകൾ ഉണ്ടായിരുന്നു. കല്ല് കൊള്ളുന്നത് വരെയായിരുന്നു കല്ല് കൊള്ളുമ്പോഴുള്ള വേദന അറിയാതിരുന്നത്. കല്ല് കൊണ്ട് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് അത്ര പൂവല്ല വന്ന് വീണത്, കരിങ്കല്ലാണ് എന്ന് മനസ്സിലായി. 1-ാമത്തെ കല്ല് കൊണ്ട് ഉടല് മുറിഞ്ഞു കീറുമ്പോൾ സ്റ്റീഫന് പറയാമായിരുന്നു, ഓക്കേ, ഞാൻ റെഡിയാണ്, ഈശോയെ ഉപേക്ഷിക്കാൻ റെഡിയാണെന്ന് പറയാമായിരുന്നു. പക്ഷേ സ്റ്റീഫൻ പറഞ്ഞില്ല. 2-ാമത്തെ കല്ലിൻ്റെ നേരെ അവൻ നെഞ്ചു വിരിച്ച് നിന്ന് ഈശോ എന്ന് വിളിച്ചു പറഞ്ഞു.
മൂന്നാമത്തെ കല്ലിൻ്റെ നേരെ പറഞ്ഞു. അങ്ങനെ 5ഉം 6ഉം കല്ലുകൾ ചീറിപ്പാഞ്ഞു വന്നു. അവസാനം പ്രാണൻ കൊത്തിക്കൊണ്ടുപോകാൻ പറന്നു വന്ന കല്ലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചങ്കും വിരിച്ചു നിന്ന്, ഈശോ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് കുരിശിൽ നിന്ന് കർത്താവ് എഴുതിയ, സ്വന്തം ജീവൻ കൊണ്ട് എഴുതി വെച്ച സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി നിന്ന് പ്രാണൻ കൊടുത്തവൻ്റെ പേരാണ് എസ്തഫാനോസ് എങ്കിൽ ആ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ധീരമായൊരു തുടർച്ചയാവണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതം. കാരണം ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടുംബങ്ങളിൽ വിശ്വാസത്തിൻ്റെ ശീലങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൻ്റെ ശീലങ്ങൾ നഷ്ടപ്പെടുന്നു. കുടുംബം എന്ന് പറയുന്നത് ശീലങ്ങളുടെ കൂടാണ്. ശീലങ്ങളുടെ, വിശുദ്ധ ശീലങ്ങളുടെ കൂടാരത്തിൻ്റെ പേരാണ് ഈ വീട് എന്ന് പറയുന്നത്. അപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ച് ചേർന്ന് തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധ മാതൃക പിന്തുടർന്ന് പരിശുദ്ധ അമ്മയെ പോലെ, ഇവിടെ അവതാരകർ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഏക വനിത, നമ്മുടെ ഒന്നാമത്തെ വനിത പരിശുദ്ധ അമ്മയാണ് എന്ന്. പരിശുദ്ധ അമ്മയെ പോലെ വിശ്വാസ ജീവിതം നയിക്കാൻ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ ഒരു കൂട്ടായ്മ, വിശുദ്ധമായ ശീലങ്ങളുടെ കൂടിൻ്റെ പേരാണ് ക്രൈസ്തവൻ്റെ വീട്, കുടുംബം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ ഇന്ന് മാതൃകയാക്കുമ്പോൾ നമുക്കോർക്കാം, ഞാൻ പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ വളരെയേറെ വൈരുദ്ധ്യങ്ങൾ തോന്നാറുണ്ട്. നമ്മൾ മംഗളവാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ വായിക്കുന്ന വചനഭാഗം ഏതാണെന്ന് എൻ്റെ അമ്മമാർക്ക് ഓർമ്മയില്ലേ? ഏതാണ് മംഗളവാർത്ത? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം. മംഗളവാർത്ത എന്ന ശീർഷകത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നസ്രത്തിലെ ഒരു കുഞ്ഞു യുവതിയുടെ ചിത്രം മുന്നിലേക്ക് വരികയാണ്. ദൂതൻ അവളോട് പറഞ്ഞത് മംഗളവാർത്തയായിരുന്നോ? വനിതകൾ പറയുക, വനിതാ ദിനത്തിൽ പറയുക, അമ്മമാർ പറയുക. ദൂതൻ അവളോട് പറഞ്ഞത് മംഗളവാർത്തയായിരുന്നോ? അല്ല. മാതാവ് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കുകയാണ്. മംഗളവാർത്തയാണെങ്കിൽ ചോദിക്കണോ? എപ്പോഴാണത് മംഗളവാർത്ത? മറിയത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഈ മംഗളവാർത്ത വന്നു വീഴുന്നത് 37-ാമത്തെ വചനത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വചനത്തിലാണ്. 36-ാമത്തെ വചനം വരെ മറിയം സന്നിഗ്ധാവസ്ഥയിലാണ്. എങ്ങനെ സംഭവിക്കും? ഇതാണ് ചോദ്യം. 37-ാമത്തെ വചനത്തിൽ ദൈവദൂതൻ പറയുകയാണ്, ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവന്റെ പേര് പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോഴും മറിയത്തിന് ഉത്കണ്ഠയാണ്. 37-ാമത്തെ വചനത്തിൽ ഈ ദൈവദൂതൻ മറിയത്തോട് പറയുകയാണ്, മറിയമേ നീ വിഷമിക്കണ്ട, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. യഥാർത്ഥത്തിൽ ഒരു അമ്മയാകാൻ വിളിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു വീഴുന്ന മംഗളവാർത്ത എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസമാണ്. അവിടെ 38-ാമതൊരു വചനം പിറക്കുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനെ എല്ലാം സാധ്യമാകുന്ന ആ തമ്പുരാന്റെ മുമ്പിൽ ഇതാ ഞാൻ ദാസിയാണ്, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുകയാണ്. ആ മറിയമാണ്, ആ മാതാവാണ് നമ്മുടെ കത്തോലിക്ക ക്രൈസ്തവ കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാ അമ്മമാരുടെയും മാതൃകയെങ്കിൽ, ഒറ്റക്കേൾവിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്നുകൊണ്ട് കള്ളവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്നുണ്ട് പലരും. പാടില്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയാണ്, പരിശുദ്ധയമ്മയുടെ മംഗളവാർത്തയാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അതുകൊണ്ട് കുടുംബം എന്ന മഹാദാനത്തെയാണ് നമ്മൾ ഇന്ന് ഈ വനിതാ ദിനത്തിൽ പ്രാർത്ഥനാപൂർവം ഓർത്തെടുക്കുന്നത്. കാരണം മറ്റെന്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ചർച്ച ചെയ്താലും ചിന്തിച്ചാലും ഒരു അമ്മ
എന്ന ഭാഗം കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വരുന്ന ഏത് വ്യക്തിക്കും, എത്ര വലിയ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ ശീർഷകങ്ങളുണ്ട് എങ്കിലും, എത്ര വലിയ മികച്ച പ്രവർത്തനത്തിൻ്റെ ട്രോഫികൾ അലമാരയിൽ വയ്ക്കാൻ കിട്ടിയാലും കാര്യമില്ല. സ്വന്തം കുടുംബം അത് ഒരു കുറവ് പോലും വരാതെ കാത്തു സൂക്ഷിക്കപ്പെടണം. ദാമ്പത്യം എന്നത് ഇന്ന് പോരാട്ടത്തിൻ്റെ ഒരിടമാണ് എന്ന് എന്നോടൊരു വനിതാ നേതാവ് പറയുകയുണ്ടായി. ഞങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടം ഞങ്ങൾ ആരംഭിക്കുന്നത് കുടുംബത്തിലാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വെരി നൈസ്, നല്ല കാര്യം. അപ്പോൾ ഈ ഫാദറിന് ഫെമിനിസത്തോട് താല്പര്യമില്ല അല്ലേ? ഫാദറിൻ്റെ ആ ടോൺ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ ഒരമ്മയ്ക്ക് പിറന്ന മകനാണ്. എൻ്റെ അമ്മ എങ്ങനെയാണ് എനിക്ക് അമ്മയായതെന്ന് മാത്രമേ ഞാൻ ഓർക്കാറുള്ളൂ. എൻ്റെ അമ്മ എൻ്റെ അപ്പനെ പൊന്നുപോലെ നോക്കി, മക്കളെ പൊന്നുപോലെ നോക്കി, മക്കൾക്കും അപ്പനും വേണ്ടി മാത്രം ജീവിച്ചു. അതുകൊണ്ട് ഞാനുണ്ടായി. അതല്ലാത്ത വേറെ ഏത് അമ്മമാരുടെ കഥയും എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ സഹോദരി പറയുകയാണ്, ഇന്ന് പോരാട്ടങ്ങളാണ്, ഇന്ന് ഞങ്ങൾ വനിതകൾക്ക് ജയിക്കാൻ കഴിയുന്നില്ല കുടുംബങ്ങളിൽ. ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം തേടിയത് എനിക്ക് അടുത്ത ആഴ്ചയുണ്ടായിരുന്ന ഒരു ഇടവക ധ്യാനത്തിലായിരുന്നു. ആ ധ്യാനത്തിൽ ഞാൻ ഈ മാതാപിതാക്കൾ മാത്രമുള്ള ഒരു ദമ്പതി ധ്യാനത്തിൽ ഞാൻ ചോദിച്ചു, ഇവിടെ ഇരിക്കുന്നതിൻ്റെ ദമ്പതിമാരെ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയൊരു കമൻറ്റ് ഞാൻ കേട്ടു, ഞങ്ങൾ സ്ത്രീകൾക്ക് കുടുംബത്തിൽ ജയിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, ഞങ്ങളുടെ അവകാശ നിഷേധത്തിൻ്റെ ഇരകളാണ്. വനിതാ ദിനം തന്നെ അവകാശ നിഷേധത്തിൻ്റെ പേരിൽ തിരസ്കരിക്കപ്പെട്ട സ്ത്രീജനങ്ങൾ ഒരുമിച്ച് കൂടി നടത്തിയ സമരത്തിൽ നിന്ന് തുടങ്ങിയതാണല്ലോ വനിതാ ദിനാഘോഷം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആര് ജയിക്കുമ്പോഴാണ് കുടുംബം ജയിക്കുന്നത്? ഭാര്യ ജയിക്കുമ്പോഴാണോ? ഭർത്താവ് ജയിക്കുമ്പോഴാണോ? ആദ്യം എനിക്ക് ഉത്തരം തന്ന നല്ല അമ്മയുടെ തൊട്ടപ്പുറത്ത് മറ്റൊരു നല്ല അമ്മ ഇരിപ്പുണ്ട്. ആ അമ്മയോടാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ദൈവമേ, എന്തിനാണോ എന്നോട് ചോദിക്കുന്നത്? ആര് ജയിക്കുമ്പോഴാണ് ഒരു കുടുംബം ജയിക്കുന്നത്? ഭാര്യ ജയിക്കുമ്പോഴാണോ? ഭർത്താവ് ജയിക്കുമ്പോഴാണോ? നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. കമോൺ, ചർച്ച ചെയ്തോളൂ. എങ്ങനെയാണ്? ആരാണ്? ഓ എൻ്റെ ദൈവം, തോൽപ്പിച്ച് കളഞ്ഞല്ലോ കുട്ടി. അമ്മ ജയിക്കുമ്പോഴാണ് കുടുംബം ജയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പൻ തോക്കുമ്പോഴും കുഴപ്പമില്ല, അമ്മ ജയിച്ചാൽ മതി, അതല്ലേ ഉദ്ദേശിച്ചത്? കൊള്ളാം, അർത്ഥമുള്ള മറുപടിയാണ് കേട്ടോ, അർത്ഥമുള്ള മറുപടിയാണ്. ഇവിടെ ഇരുന്ന് അമ്മമാരാണ്ട് ഒരു നെഗോസിയേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഈ അച്ഛനെ രണ്ടുപേരെയും കൂടെ കൂട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവും, അല്ല തിരിച്ച് വീട്ടിലോട്ട് വേണമല്ലോ ചെല്ലാനായിട്ട്. അതുകൊണ്ടാണ് എന്നൊരു ചെറിയൊരു ധാരണാപത്രം ഒപ്പിടാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ പിന്നെ ഞങ്ങൾ ജയിച്ചിട്ട് കാര്യമില്ല അച്ഛാ, പിന്നെ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബനാഥൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പിന്നെ ഭർത്താവ് ജയിക്കുന്ന ആ കുടുംബമാണ് അച്ഛാ. ഭർത്താവിന് ഉത്തരവാദിത്വം ഉണ്ടോ? ഭർത്താവ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? കുടുംബം രക്ഷപ്പെട്ടോളൂ വെച്ചാൽ ഞങ്ങൾ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വെച്ചാൽ. പക്ഷേ ഭർത്താവ് പോക്കായി പോയാൽ കാര്യങ്ങളെല്ലാം പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്. അപ്പോൾ ഉടനെ ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു ചേട്ടൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഞങ്ങളിപ്പോൾ ഇച്ചിരി സന്ധ്യയ്ക്ക് കടയിലൊക്കെ പോയി ഇച്ചിരി താമസിച്ചൊക്കെ വരുള്ളൂ, പക്ഷേ കൊച്ചുങ്ങളെയൊക്കെ പിടിച്ചിരുത്തി കുരിശൊക്കെ വരപ്പിച്ച് പാഠമൊക്കെ ഹോംവർക്കൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റപ്പാക്കി കഞ്ഞിയൊക്കെ വിളമ്പി വെക്കുന്ന ഒരു കണ്ടീഷൻ വരെ ഒരു ഉത്തരവാദിത്വം ഭാര്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാണ് അച്ഛാ. അതുകൊണ്ട് ഭാര്യ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഭാര്യ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം അടുത്തിരുന്നൊരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു, ഇത് പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് വീട്ടിൽ ചെല്ലാൻ മേലച്ചാ, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളിയിലിരുന്നാണ് ഞാനിത് ചോദിക്കുന്നത്. അപ്പോഴുണ്ട് ഏറ്റവും പുറകിൽ കുമ്പസാരക്കൂട്ടിൽ ചാരി ഒരു വെല്ലിപ്പൻ ഇരിപ്പുണ്ടായിരുന്നു. ഒരു വളഞ്ഞ കാലുള്ള വടി ഇങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ഏന്തി വരിഞ്ഞ് നോക്കി. അപ്പോൾ ഒരു വെല്ലിപ്പനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുമ്പസാരക്കൂടിൻ്റെ സൈഡ് ഭിത്തിയെ പിടിച്ചിങ്ങനെ പൊങ്ങി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും അവിടെ നിന്ന് പറഞ്ഞാൽ കേൾക്കുകയല്ലോ, ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പം വെല്ലിച്ചനെ രണ്ടുപേര് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഞാൻ മൈക്ക് കൊടുത്തപ്പം വെല്ലിച്ചൻ പറഞ്ഞു,
ഇവിടെ രണ്ടുപേര് ഈ കുടുംബജീവിതത്തിൽ ആര് ജയിക്കുമ്പോഴാണ് കുടുംബം ജയിക്കുന്നത് എന്നാണ് അച്ഛൻ ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞത് രണ്ടുപേരിൽ ഒരാളെ ജയിച്ചോട്ടെ എന്നാണ്. രണ്ടുപേരും തോറ്റുകൊടുത്ത് ഇങ്ങനെ രണ്ടുപേരും പറയുമായിരുന്നു. പക്ഷേ ഞാൻ തുടങ്ങിയിട്ട് 53 വർഷമായി. അതുകൊണ്ട് ആ ജനലിൻ്റെ അവിടെ ആ കവണിയും പതിച്ചിരിക്കുന്നതാണ് എൻ്റെ പാർട്ടി. അപ്പം ഞങ്ങളിങ്ങനെ 53 വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. കാരണം അറിവില്ലാത്തയാളല്ലല്ലോ പറയുന്നത്, 53 വർഷത്തെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്യതയേ ഉള്ളൂ, പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരാൾ ജയിക്കുന്ന കുടുംബം പറ്റെ തോറ്റുപോകുന്ന കുടുംബമാണ്. ഞാൻ ജയിച്ചാൽ മതി, എൻ്റെ വാക്ക് കേട്ടാൽ മതി, നീ ഒന്നും പറയേണ്ട കാര്യമില്ല, നീ വാ പൊളിക്കണ്ട, ഒന്നും ഉണ്ടായിരുന്നു അവിടെ എന്നൊക്കെ തുടങ്ങിയ പദാവലികൾ ഉച്ചരിച്ച് മറ്റൊരാളെ തോൽപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്വന്തം ജയം ഘോഷിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബമുണ്ടെങ്കിൽ അവിടെ കുടുംബം ജയിക്കുകയില്ല എന്ന് ഈ പുള്ളി പറയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചോ, ഒരാൾക്ക് ജയിക്കാൻ വേണ്ടി മറ്റേയാൾ തോറ്റു കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന കുടുംബം മാത്രമേ ജയിക്കുള്ളൂ അച്ചോ എന്ന് പറയാം. ഒരാൾക്ക് ജയിക്കാൻ വേണ്ടി മറ്റേയാൾ തോറ്റു കൊടുക്കുകയാണ്, അങ്ങനെ രണ്ടുപേരും ചെയ്യുകയാണ്. നീ ജയിച്ചോ, കുഴപ്പമില്ല, നിന്റെ അഭിപ്രായം പറ, കേൾക്കട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ പറ, കേൾക്കാം. നിനക്ക് ജയിക്കാൻ വേണ്ടി ഞാനുണ്ട് ഇവിടെ തോറ്റു തരാൻ എന്ന് പറയുന്ന പങ്കാളിത്തത്തിൻ്റെ വിതരണത്തിലാണ് കുടുംബം ജയിക്കുന്നത്. അങ്ങനെ തോറ്റുകൊടുത്ത് കുടുംബത്തെ ജയിപ്പിച്ച അതിൻ്റെ പേരിൽ മാത്രമാണ് അച്ഛാ ഇപ്പോഴും ഞങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് ആരോടും പറയാതെ ഉള്ളിലിങ്ങനെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയുന്ന നിരവധി അമ്മമാരുടെ ഒരു കൂട്ടായ്മയുടെ പേര് തന്നെയാണ് ഈ കല്യാൺ രൂപതയുടെ വനിതാ ദിനം. മോഡറേറ്റർക്ക് അല്ല, ആനിമേറ്റർക്കെതിരെ അഭിപ്രായമൊന്നും ഇല്ലല്ലോ, ഇല്ല. കാരണം അതാണ് കത്തോലിക്ക സഭയുടെ ദാമ്പത്യത്തിൻ്റെ ദൈവശാസ്ത്രം. അതാണ് എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഭാര്യമാരെ ഭർത്താക്കന്മാരെ എന്ന് വിളിച്ച് പറയുകയാണ്. ക്രിസ്തു സഭയ്ക്ക് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക്. എന്താണ് കർത്താവ് എങ്ങനെയായിരുന്നു നമ്മുടെ സഭയ്ക്ക് എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് സെയിൻറ്റ് ജോൺ 10:10 എന്ന് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞേ, സെയിൻറ്റ് ജോൺ 10:10. 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം മറക്കുകയല്ലോ. അപ്പോൾ വനിതാ ദിനത്തിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സെൻറ്റ് ജോൺ 10:10 കിടപ്പുണ്ടാവുമല്ലോ. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കണ്ട, ഇപ്പം തന്നെ നമുക്ക് പറയാം, ഞാൻ വന്നിരിക്കുന്നത്, ബാക്കി പറ, ഉറക്കെ പറ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. നിന്റെ സന്തോഷത്തിന് ജീവൻ ഉണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ അഭിമാന ബോധത്തിന് ജീവൻ ഉണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ ആത്മവിശ്വാസത്തിന് ജീവൻ ഉണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ സെൽഫ് എസ്റ്റീമിന് ലൈഫ് ഉണ്ടാകാനാണ് ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് സമൃദ്ധമായിട്ടുണ്ടാകാനാണ് എന്ന് പരസ്പരം പറയുന്ന ഒരു പങ്കാളിത്തത്തിൽ ഒരു കുടുംബവും പരാജയപ്പെടില്ല. ദാരിദ്ര്യം വന്നോട്ടെ, കടബാധ്യത വന്നോട്ടെ, രോഗം വന്നോട്ടെ, മക്കൾ തോറ്റുപൊക്കോട്ടെ, കുടുംബം പരാജയപ്പെടില്ല. നമുക്ക് വേണ്ടത് കുടുംബത്തിൻ്റെ വിജയമാണ്. അമ്മമാരെ, അമ്മ ജയിക്കുന്നു കുടുംബം തോക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൻ ജയിക്കുന്നു കുടുംബം തോക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൻ സോഷ്യൽ ലീഡറാണ്, അപ്പൻ മറ്റേ ക്ലബിൻ്റെ ലീഡറാണ്, അപ്പനാണെങ്കിൽ 5-8 ബാഡ്ജ് ചങ്കയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുടുംബത്തിൽ ഒരുമിച്ചിരിക്കാനും കുടുംബത്തിൽ ഒരുമിച്ച് ചിരിക്കാനും പരസ്പരം ഇരുന്ന് നൽകാൻ കഴിവുള്ള സമയമുള്ള മനസ്സുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാകുന്നില്ലെങ്കിൽ, തോറ്റുകൊടുക്കാൻ മനസ്സുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാകുന്നില്ലെങ്കിൽ, ONV ഗ്രൂപ്പ് പാടിയില്ലേ, ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക. കാവലാണ് ദാമ്പത്യം, കൂവലല്ല, വിളിച്ചു കൂവലല്ല, കാവലാണ് ദാമ്പത്യം.
അതിലെ കാവൽക്കാരിയുടെ പേരാണ് അമ്മ. അമ്മ എന്നത് കാവൽക്കാരിയാണ്, കൂവൽക്കാരിയല്ല. വീട്ടിലെ കാര്യങ്ങൾ അയൽപക്കത്തേക്ക് കൂവലല്ല അമ്മയുടെ പണി. അപ്പൻ കാവൽക്കാരനാണ് അമ്മയുടെയും മക്കളുടെയും. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കൂടെ വന്നപ്പോഴേക്കും, ഇൻസ്റ്റയൊക്കെ വന്നപ്പോഴേക്കും, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, കൊച്ചേട്ടന് ഇൻസ്റ്റയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നതാണോ ചോദിച്ചു. ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്പർ ഞാൻ കൊടുക്കണോ അവന്? കാലം ഒത്തിരി മാറി. അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള വഴികൾ പെരുകിയപ്പോൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ശേഷി ശോഷിച്ചു പോയ കുടുംബങ്ങളുടെ പേരാണ് പൊട്ടിത്തകർന്ന കുടുംബം. ഒറ്റ വോയിസ് മെസ്സേജിൻ്റെ പേരിൽ കല്യാണം കഴിഞ്ഞിട്ട് 14ാം പൊക്കം കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിയ ഒരു ദമ്പതിയുടെ കഥ എൻ്റെ മനസ്സിലുണ്ട്. വിവാഹമോചനത്തിനാണ്. അതുകൊണ്ട് വാട്സപ്പിലെ റൂട്ട് മാപ്പുകളും കുടുംബത്തിൽ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അച്ഛനിത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് വെറുതെ ഈ വനിതാ ദിനത്തെ ബുദ്ധിമുട്ടിലാക്കരുത് എന്ന് ചിലരുടെയൊക്കെ മനസ്സ് പറയുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നത് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരൊറ്റ അനുഭവ കഥയിലേക്കാണ്. ഒരു വ്യാഖ്യാനവും ആവശ്യമില്ലാത്ത അനുഭവ കഥയിലേക്ക്, എൻ്റെ അപ്പൻ്റെ സ്വന്തം അനുഭവ കഥയിലേക്ക്. എനിക്ക് നിൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അകത്തും പുറത്തും എന്ന് പറയാൻ കഴിയുന്ന ഒരപ്പൻ്റെ മകനാവുക. എനിക്ക് നിൻ്റെ അപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ പങ്കാളിയായി, എൻ്റെ ചങ്കാളിയായി എന്ന് ഒരു അമ്മ പറയുന്ന മകനാവുക, മകളാവുക. ഈ ഒരു സൗഭാഗ്യം ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ അമ്മമാരുടെയും മക്കൾക്ക് ലഭിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. കല്യാൺ രൂപത ഇത്തരത്തിൽ അമ്മമാരുടെ മഹാസംഗമം നടത്തുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ മുമ്പിൽ നിൽക്കാനുള്ള ഏക യോഗ്യതയായിട്ട് മാതൃസംഘത്തോട് എപ്പോൾ പറയാനായിട്ട് വിളി ലഭിച്ചാലും ഞാനത് ചാടിപ്പിടിക്കും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും അയൽക്കാരനും ഒക്കെയായ ഷാജിയച്ചൻ ഈ വിളി വിളിച്ചപ്പോൾ പുറകെ ഞാനാണ് മാതൃസംഘത്തിൻ്റെ രൂപത ആനിമേറ്റർ എന്നുള്ള കാര്യം ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ സഹോദരിയും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും അതല്ല, കല്യാൺ രൂപതയാണ്. ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പിതാവുണ്ട് ഇവിടെ. എല്ലാം എനിക്കിഷ്ടമാണ് ഇവിടെ വരാൻ. ഇതിനു മുമ്പും എനിക്ക് അങ്ങനെ അവസരം തന്നിട്ടുണ്ട് അഭിനന്ദ പിതാവ്. അപ്പം ഞാൻ അങ്ങനെ വന്നതാണ്. എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും പിറന്ന മകനാണ് എന്നുള്ള ഒരൊറ്റ യോഗ്യതയാണ്. മറ്റൊരു യോഗ്യതയും എനിക്കില്ല. ഈ വലിയ സമൂഹത്തിൽ എന്നേക്കാളൊക്കെ എത്രയോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ. എത്രയോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതാണ്. എനിക്കങ്ങനെ ഒന്നുമില്ല. എന്നാലും എനിക്കുണ്ട്. ഇപ്പോഴും ഒരു ശ്വാസം ഒന്ന് പാളി വീണ് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് കുതിച്ച് അപ്പൻ്റെ കട്ടിലിൽ ചെന്ന് പാറി വീഴുന്ന ഒരമ്മയുണ്ട് എനിക്ക്. അതാണ് അമ്മ അരികിലില്ലെങ്കിൽ ഒരുള്ള ചോറ് പോലും അകത്തോട്ട് ഇറങ്ങുകയില്ലാത്ത രീതിയിൽ ഒരപ്പനുണ്ട് എനിക്ക്. അമ്മ അരികിലുണ്ടാവണം. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ വർത്തമാനകാലത്തിലെ യുവജനങ്ങൾ, യുവദമ്പതികൾ ഒരു കല്യാണം മുടങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാവോ? കഷണ്ടിയായി പോയതിൻ്റെ പേരിൽ ചെറുക്കിന് പെണ്ണ് കിട്ടുന്നില്ല. പ്രായം 10-27 ഉള്ളൂ, പക്ഷേ മുടി മുഴുവൻ പോയി. മുടിയിലാണല്ലോ ജീവിതം ഇരിക്കുന്നത്. അതുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾക്കൊന്നും ചെറുക്കനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങനെ എല്ലാവരും കൂട്ടുകാരും അവൻ്റെ കൂട്ടുകാരാരാണ്ട് പറഞ്ഞെടാ നീ ഒരു വിഗ് വയ്ക്കുക,
അപ്പം നിനക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിയുമ്പം പെണ്ണിനോട് പറയണം, എടി എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മുടിയില്ല. അപ്പോൾ നല്ല പെണ്ണാണെങ്കിൽ പറയും, മുടിയരുത്. മുടിയരുത് അല്ലേ? അതല്ലേ വേണ്ടത് കുടുംബജീവിതത്തിൽ. അയ്യോ, അച്ഛൻ്റെ വാക്ക് എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഗോദരേജ് പുണ്യവാൻ്റെ മധ്യസ്ഥരായിട്ടുള്ള നിരവധി പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. മുടിയരുത് എന്നൊന്നും പറയല്ലേ എൻ്റെ പൊന്നച്ചോ എന്നൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിഗ്ഗൊക്കെ വെച്ച് ഇവൻ പെണ്ണ് കാണാൻ പോയി. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പെണ്ണിനെ ഇഷ്ടപ്പെടും. നല്ല പയ്യൻ, നല്ല സുമുഖനും സുന്ദരനുമായ പയ്യൻ, ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ, വീട്ടിൽ നിറയെ സ്വത്തുള്ളവൻ, സ്വഭാവ ദൂഷ്യമെന്ന് പറയാൻ ഒന്നുമില്ല. വികാരി അച്ഛനും കൂടെ പഠിച്ചവർക്കും നാട്ടുകാർക്കൊക്കെ നല്ലൊരു പയ്യൻ. പക്ഷേ അവന് ഒരു കാര്യമില്ല, മുടിയില്ല. ആദ്യ രാത്രിയിൽ അവൻ പെണ്ണിനോടിത് പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, ചേട്ടൻ അവിടെ ഇരുന്നോ, നേരം വെളുക്കട്ടെ. നേരം വെളുത്തപ്പോൾ പെണ്ണ് തിരിച്ച് വീട്ടിലെത്തി. ഉടലിൻ്റെ വിനിമയത്തിലാണ് ഒരു കുടുംബത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പരസ്പരം ധരിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഒരു കാലത്തിലാണ് ഉടലുടഞ്ഞു തീരുമ്പോഴും ഇങ്ങനെ കയ്യേലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ തൊലി ഇങ്ങനെ അങ്ങ് പൊങ്ങിയിട്ടേ ഈ എല്ല് താഴെ കിടന്ന് ഊഞ്ഞാലാടുന്ന പ്രായത്തിലും നീയില്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളാകാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നത് എന്നത് നന്ദിയോടെ ഓർത്ത് ഈ വനിതാ ദിനത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളുടെ അമ്മമാരെ പോലെയാകണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. നമുക്കിന്ന് ഇല്ലാത്തത് നല്ല അമ്മമാരാണ് ഈ ലോകത്തിൽ, ഇവിടെ ഇരിക്കുന്നവരിലല്ല, ഈ ലോകത്തിൽ. അതുകൊണ്ട് നമുക്ക് നല്ല അമ്മമാരാകാം. അമ്മയാകാൻ തമ്പുരാൻ അനുഗ്രഹം നൽകിയത് വനിതകൾക്കാണ്. അതുകൊണ്ട് വനിതാ ദിനത്തിൻ്റെ ഒന്നാമത്തെയും ഒടുക്കത്തെയും ധ്യാനം ഞാനൊരു നല്ല അമ്മയാണ് എന്ന പ്രസ്താവന മാത്രമാവട്ടെ. അത് നിങ്ങളുടെ മക്കൾ പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾ പറയട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളി പറയട്ടെ. നന്ദി, നമസ്കാരം.